അത് ദാ നിൽക്കുന്ന രാജുവിനെ ഏൽപ്പിച്ച അവൻ വൃത്തിയായിട്ട് ചെയ്യും. ഡാഡി, എന്താ ഇത്? ഇത്രയും കാലം മമ്മിയെക്കാളും വലുതാണ് നന്ദിനി എന്നായിരുന്നു പറച്ചിലും. ഇപ്പൊ രാജുവിനെക്കാളും താഴെയായോ മമ്മിയുടെ സ്ഥാനം? മോളെ, മമ്മി ആവേശത്തോടെ നിൽക്കുമ്പോ പിന്താങ്ങുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അച്ഛനമ്മമാര് പറയുന്നത് അനുസരിക്കല് മാത്രമല്ല മക്കളുടെ ഡ്യൂട്ടി. അച്ഛനമ്മമാര് തെറ്റാണ് പറയുന്നതെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക കൂടി വേണം. അതിന് ആന്റി ചെയ്യുന്നതിൽ ആന്റിയുടെ ഭാഗത്തൊരു തെറ്റുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ കൃത്യമായ അഭിപ്രായമുള്ളവനാണ് വിജയ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇത്രയും കാലം കൂടെ നിന്നപ്പോ ഞാനത് കണ്ടിട്ടുള്ളതല്ലേ വിജയ്. വിജയെ നിങ്ങൾ പരിഹസിക്കണ്ട. വിജയ് ഇതുവരെ സ്വന്തം തീരുമാനം എടുത്തിട്ടുമില്ല, നടത്തിയിട്ടുമില്ല. പക്ഷേ ഈ കുടുംബത്തിനൊരു തീരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അവൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ പോലെയോ അല്ല, നിങ്ങളുടെ മകനെ പോലെയോ അല്ല. പത്മ, ഞാനും താനുമൊക്കെ മനസ്സ് നൊന്ത് വിളിക്കുന്ന ഒരു ദേവിയുണ്ട്, താന്നിയൂരമ്മ. ആ താന്നിയൂരമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് നന്ദിനി. അവളെ തോൽപ്പിച്ചുകൊണ്ടൊരു വിജയം നേടാമെന്ന് താൻ ഒരിക്കലും കരുതണ്ട. ഓ, താന്നൂരമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി. ശരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ദേവിയുടെ മുമ്പില് നമുക്ക് നറുക്കിട്ട് നോക്കാം. അവള് തിരിച്ചു വരുവോ ഇല്ലയോ? എന്താ, സമ്മതമാണോ? എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നറുക്കെടുക്കുന്നത് പരിഹസിക്കാനാണെങ്കിൽ അതിന് നിങ്ങൾ നാവ് ഉയർത്തണ്ട. സൂര്യയും അവളും തമ്മിലുള്ള രജിസ്റ്റർ വിവാഹം നടക്കുന്നതിന് രജിസ്റ്റർ ഓഫീസിലെത്തിയപ്പോ രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച് നടത്തിയ അതേ കാര്യം തന്നെയാണ് ഞാനിപ്പോ പറയുന്നത്. അന്ന് അത് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ആ വിശ്വാസത്തിന് ഇളക്കം തട്ടേണ്ട ഒരു കാര്യമില്ല. നിനക്ക് ധൈര്യം ഉണ്ടോടോ അങ്ങനെ ഒരു പരീക്ഷണത്തിന്? എങ്കിൽ ഞാനൊരു വാക്ക് പറയാം. ദേവിയുടെ മുമ്പിൽ നറുക്കെടുത്തിട്ട് അതിൽ നന്ദിനി തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ ഇന്നത്തെ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യും. അച്ഛനോടൊപ്പം നിനക്ക് അവളെയും തേടി നടക്കാം. അതല്ലാതെ നന്ദിനി വരുന്നില്ല എന്നതാണ് അതിൽ കാണിക്കുന്നതെങ്കിൽ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഫംഗ്ഷൻ നടക്കും. നിന്റെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. സമ്മതിച്ചോ? സമ്മതിച്ചു. നന്ദിനിയുടെ ഭക്തിയിൽ എനിക്ക് വിശ്വാസമാണ്. സൂര്യ, നടക്കട്ടെ അച്ഛാ. മുമ്പ് ഒരിക്കൽ നടത്തിയ പരീക്ഷണം കൊണ്ട് തിരിച്ചടിക്കല്ലേ, എന്ന് കൊടുക്കാം. ഇന്ദ്രജ, പേപ്പറും പേനും എടുത്ത് ആ പൂജാമുറിയുടെ അടുത്തേക്ക് വാ.